നമസ്കാരം. സംയുക്ത ക്രൈസ്തവ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് നടന്ന ധർണയുമായി ബന്ധപ്പെട്ട് ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന നാർക്കോട്ടിക് തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിവിധ ക്രൈസ്തവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രകടനം ഇവിടെ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ ധർണ ഇരിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിലൊന്ന്, കേരള സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അതിശക്തമായിട്ട് വേരോടിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദം കേരള ഗവൺമെൻറ് ശക്തമായിട്ട് അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം, അതിനകത്ത് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കണം. ആ കാര്യം ഞങ്ങൾ ഈ ധർണയിൽ വ്യക്തമായിട്ട് ഗവൺമെൻറ്റിനോട് ഉന്നയിക്കുകയാണ്. രണ്ടാമത്തുള്ളതെന്ന് പറയുന്നത്, കേരള സമൂഹത്തിൽ ഇന്ന് വളരെ ശക്തമായ രീതിയിൽ ആഴത്തിൽ വേരോടിയിരിക്കുന്ന ഒരു വലിയ തിന്മയാണ് ലവ് ജിഹാദ് എന്നത്. അനേകം ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾ ഇന്ന് ലവ് ജിഹാദിൻ്റെ പിടിയിൽപ്പെട്ട് മതം മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലവ് ജിഹാദിൽപ്പെട്ട ആൾക്കാരെക്കുറിച്ചും അതിൻ്റെ കേന്ദ്രങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെക്കുറിച്ചും കൃത്യമായി അന്വേഷിച്ച് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ ഈ ധർണയിലൂടെ ആവശ്യപ്പെടുകയാണ്. മറ്റൊന്നുള്ളത്, രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. രാജ്യസുരക്ഷ ഇന്ന് വളരെ അപകടത്തിലായിരിക്കുകയാണ്. അത് നമ്മളല്ല പറഞ്ഞിരിക്കുന്നത്, അത് ഇവിടുന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഈ സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണം. NIA അന്വേഷണം നടത്തണം. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഞങ്ങളുടെ ഒരു സഹോദരി ജസ്ന മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായിട്ട് വർഷങ്ങളായി. ഈ ജസ്ന ഇവിടെയുണ്ട്, തൊട്ടടുത്തുണ്ട്, തൊട്ട വീട്ടിലുണ്ട്, തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടെന്ന് പറയുമെങ്കിലും ജസ്നയെക്കുറിച്ച് ഇന്നുവരെയും കൃത്യമായിട്ടുള്ള ഒരറിവും ഞങ്ങളെ സംബന്ധിച്ചില്ല. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, അടുത്തുണ്ടെന്ന് പറയുന്നു, പക്ഷേ എവിടെയൊന്നും ആർക്കും കിട്ടുന്നില്ല, തെളിവുകളില്ല. അതുകൊണ്ട് ജസ്നയെ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ജസ്ന എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം, ആര് കൊണ്ടുപോയി എന്നുള്ളത് കണ്ടുപിടിക്കണം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കേരള സംസ്ഥാന പോലീസിന് അത് അന്വേഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ NIA അന്വേഷിച്ച് അതിനുള്ളൊരു നടപടി എടുക്കണമെന്നുകൂടെ ഞങ്ങൾ ഈ ധർണയിലൂടെ ശക്തമായിട്ട് കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. മയക്കുമരുന്നും തീവ്രവാദവും കേരള മണ്ണിൽ നിന്നും തുടച്ചു നീക്കുക, ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ എരുമേലി സ്വദേശിനി ജസ്നയുടെ തിരോധാനത്തിൽ NIA അന്വേഷിക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന് പിന്തുണ പ്രഖ്യാപിച്ചും സംയുക്ത ക്രൈസ്തവ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന ധർണയിൽ ക്രൈസ്തവ പ്രതിഷേധം ആർത്തിരമ്പി. വിവിധ ക്രൈസ്തവ സംഘടനകളെ പ്രതിനിധീകരിച്ച് സഭാഭേദമന്യേ റീത്ത് ഭേദമന്യേ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ധർണയിൽ പങ്കെടുത്തത്. നാർക്കോട്ടിക് തീവ്രവാദത്തിനെതിരെയുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ഏകസ്വരത്തിലുള്ള ശബ്ദമാണ് ധർണയിൽ മുഴങ്ങിക്കേട്ടത്. പാളയത്തെ ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും ചെറു റാലികളായി ആരംഭിച്ച് സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേർന്ന ധർണ പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ ക്രൈസ്തവ സമുദായത്തിന് നീതി ലഭ്യമാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ ധർണയിൽ പങ്കെടുത്തവർക്ക് സ്വാഗതം ആശംസിച്ചു. ക്രൈസ്തവരോട് എന്തും ആകാമെന്ന തോന്നൽ ഇനി നടക്കില്ലെന്നും ക്രൈസ്തവരുടെ മേൽ കുതിര കയറാൻ ആരെയും അനുവദിക്കില്ല എന്നും PC ജോർജ് വ്യക്തമാക്കി. എല്ലാവരും വലതുകരം ഉയർത്തി സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥന ചൊല്ലി ധർണ ഉദ്ഘാടനം ചെയ്തതും വ്യത്യസ്തമായ അനുഭവമായി മാറി. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കും, മുഖ്യമന്ത്രി ഇതൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ജസ്ന എവിടെ? മുക്കൂട്ടുതറക്കാരിയായ ജസ്ന മുണ്ടക്കയം വരെ പോയി എന്നൊരു തെളിവുണ്ട് വ്യക്തമായി. അതിനുശേഷം ആവിയായി പോയി എന്നാണ് പോലീസ് പറയുന്നത്. അതെങ്ങനെ ആവിയായി പോവോ മനുഷ്യൻ? എവിടെ പോയി ആ കുട്ടി? ഇപ്പൊ പിടിച്ചു തരുമെന്നാണ് പോലീസ് പറയുന്നത്. നമ്മുടെ തച്ചൻകടിയും നമ്മുടെ പത്തനംതിട്ട SP ആയിരുന്ന സൈബും അവർ രണ്ടുപേരും പറഞ്ഞു ഉടൻ കസ്റ്റഡിയിലുണ്ടെന്ന്. എവിടെ പോയി? ഞാൻ കരുതുന്ന അത് സിറിയയിൽ മിക്കവാറും യുദ്ധമുഖത്ത് ISI കാണും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പെൺകുട്ടികളെ മുഴുവൻ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ മതി എന്ന് താലിബാനികൾ എത്ര നിർബന്ധം? നിങ്ങളുടെ കൂടെ പെൺകുട്ടികളില്ലേ? ആ പെൺകുട്ടികളുടെ നേരെ ഇത് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താ? വളരെ വ്യക്തമാണ്. ഈ സമൂഹത്തെ നശിപ്പിക്കുക, ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തെ നശിപ്പിക്കുക. ഈ നാട് മുഴുവൻ, അതായത്
പിണറായി വലിയ വർത്തമാനം പറഞ്ഞല്ലോ. പാലാ പിതാവ് വലിയ പാപം ചെയ്തു എന്ന് വലിയ പിണറായി പറയുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വേറൊന്നും പറഞ്ഞില്ല. കൊറവലങ്ങാട് പള്ളി എന്ന് പറയുന്നത് ലോകത്തിലെ ക്രൈസ്തവരുടെ ഏറ്റവും അധികം ഇടവകകളുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊറവലങ്ങാട് പള്ളി. ആ പള്ളിയിൽ എട്ട് നോമ്പിന്റെ സമാപന ദിവസം പരിശുദ്ധ കന്യകാമാതാവിന്റെ ജന്മദിനത്തിൽ കുർബാനയ്ക്കിടയിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം പള്ളിയിൽ കത്വ നടത്തുന്നുണ്ടല്ലോ, നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ടോ? എല്ലാ പള്ളിയിലോട്ടുള്ള പ്രസംഗം നമ്മൾ ചോദ്യം ചെയ്യുന്നില്ലല്ലോ. അവർ നടത്തുന്ന പ്രസംഗമൊക്കെ ചോദ്യം ചെയ്ത് എവിടെ പോയി നിൽക്കും? നമ്മൾ എന്ത് ചെയ്തു? പിതാവാകെ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതെ നിങ്ങൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. 8 നോമ്പെന്ന് പറയുന്നത് എന്താ? അവിടാണ് ഇവർക്ക് വിഷമം. ടിപ്പു എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ ഈ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ച് അവന്റെ പട്ടാളക്കാർക്ക് വ്യഭിചാരം കൊടുത്തപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ സഹോദരിമാർ ഓടി പള്ളിക്കകത്ത് കയറി കഥകടച്ചു. ആ പള്ളിക്ക് കഥകടച്ചിരുന്നപ്പോ ടിപ്പു കന്ന് കടന്നുപോയി. പള്ളിക്കകത്ത് ഈ പാവങ്ങളുണ്ടെന്ന് ടിപ്പുവിന് അറിയില്ല. 8 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ ആ പാവങ്ങൾ ആ പള്ളിക്കകത്തിരുന്നു. 8ാം ദിവസമാണ് നമ്മുടെ ടിപ്പു എന്ന് പറയുന്ന കൊള്ളക്കാരനെ ഇവിടെ ഓടിച്ചത്. അതിനുശേഷം ആ പാവങ്ങൾ ഇറങ്ങി വന്നു. അതിന്റെ ഓർമ്മയായിട്ടാണ് 8 നോമ്പ് ക്രിസ്ത്യാനികൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കത്തോലിക്ക സഭ വ്യക്തമായ കാഴ്ചപ്പാടോട് തന്നെയാണ് ആ നോമ്പ് അനുഷ്ഠിക്കുന്നത്. അത് കന്യാമാതാവിന്റെ ജന്മദിനത്തിൽ തന്നെയാണ്. ആ നോമ്പ് ദിവസം പള്ളിക്ക് അവിടുത്തെ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് വേറെ എന്താ പറയേണ്ടത്? സ്ത്രീത്വത്തിന്റെ അഭിമാനം രക്ഷിക്കാനുള്ള നോമ്പാണ് 8 നോമ്പ്. ആ നോമ്പിന്റെ സമാപനത്തിൽ കുർബാനയ്ക്കിടയിൽ അദ്ദേഹം എന്താ പറയേണ്ടത്? നമ്മുടെ പെണ്ണുങ്ങളെ മുഴുവൻ താലിബാൻകാർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? അല്ലെ നമ്മുടെ പിള്ളേർ മുഴുവൻ നാളെ മുതൽ നമ്മളെ ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് കല്ല് കുടിച്ച് റോഡിൽ കിടന്നു പറയാൻ പറ്റുമോ? അതാണ് ശരി. നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം. അതാണ് പിതാവ് ചെയ്തത്. യാതൊരു കാരണവശാലും അങ്ങനെ ഉണ്ടാവരുത്. അബദ്ധം കാണിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമുണ്ടാകാതെ നോക്കണം. കുഞ്ഞുങ്ങളോട് ഉപദേശം കൊടുത്തു, നിങ്ങൾ ഈ ജിഹാദിലൊന്നും പെടാതെ ജീവിക്കണം. അതിനാണ് പാലാപിതാവിനെ ക്രൂശിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്താ അവരുടെ ഉദ്ദേശം? എന്താ? പിണറായി വിജയൻ പറയുന്നു പിതാവ് പറഞ്ഞത് ശരിയാണ്. 2 ദിവസം കഴിഞ്ഞ പിണറായി വിജയൻ പറയുന്നു പിതാവ് അങ്ങനെ പറയരുതായിരുന്നു. എന്താ കാര്യം? അതായത് ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഇസ്രായേലിൽ വെച്ച് നമ്മുടെ ഒരു പെൺകുട്ടി, കീരത്തോടുകാരിയായ ഒരു പെൺകുഞ്ഞ് ആ ഭീകരവാദികളുടെ ബോംബാക്രമണത്തിൽ മരിച്ചു. റോക്കറ്റ് ആക്രമണം. ആ കുഞ്ഞിനെ കീരിത്തേട്ട് കൊണ്ട് ഇറക്കി ഞാനും ഇറക്കി പങ്കെടുത്തയാളാണ്. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു. ഈ ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട കൊച്ചിനോടുള്ള സ്നേഹം പങ്കിടുകയുണ്ടായി. അരമണിക്കൂർ മുഖ്യമന്ത്രി ആ പോസ്റ്റ് ഡിസ്പ്ലേ ചെയ്തു. ഉമ്മൻചാണ്ടി 1 മണിക്കൂർ കഴിഞ്ഞ് വിഡ്രോ ചെയ്തു. കാരണം ഞാൻ അന്വേഷിച്ചപ്പോ ISI ഭീകരന്മാരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി ആ പോസ്റ്റ് വിഡ്രോ ചെയ്യാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായി എന്ന് പറയുന്നത് എത്രയോ ഖേദകരമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മളെ എണ്ണത്തിൽ കുറവായതുകൊണ്ട് ആർക്കും എന്തും ആകാമെന്നാണ്, ക്രൈസ്തവ സഭയുടെ എന്തും ആകാം എന്ന തോന്നലാണെങ്കിൽ ആ തോന്നലിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. യാതൊരു കാരണവശാലും നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ സംഘടിക്കാതെ രക്ഷയില്ല. നമുക്ക് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം മാറ്റിവെക്കുന്നു. രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു കൂട്ടായ യോജിപ്പ് കേരളത്തിലെ ക്രൈസ്തവ സഭ ഒന്നടങ്കം ഏറ്റെടുത്തേ മതിയാകൂ. അതിന്റെ ആരംഭമാണ് ഈ സമരം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യമുണ്ട്. ഇവിടെ മാധ്യമത്തിന് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുക. ഞങ്ങളുടെ വാർത്ത കൊടുക്കാൻ വളരെ മടിയുള്ള മാധ്യമങ്ങളുണ്ട്. അങ്ങനെയുള്ള മാധ്യമങ്ങളെ ഞങ്ങൾ ഒരാഴ്ചക്കകം കമ്മിറ്റി കൂടി ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നതാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയല്ല. ഇവിടെ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഇരിക്കുന്നുണ്ടോ? ഒന്ന് ഏറ്റു നിന്ന് ഒന്ന് കൈ പൊക്കിക്കുകയും
സ്വർഗസ്ഥനായ പിതാവേ, വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രാജ്യസുരക്ഷയും തീവ്രവാദവും എന്ന വിഷയത്തിൽ പെന്തക്കുസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ശ്രീ ജെയിംസ് പാണ്ടനാടും മൗദൂദിസം സമകാലിക രാഷ്ട്രീയത്തിൽ എന്ന വിഷയത്തിൽ എക്ലേസിയ യുണൈറ്റഡ് ഫോറം ചെയർമാൻ ഫാദർ ജോൺസൺ തെക്കടയിലും സന്ദേശം നൽകി. ലോകത്തിന്റെ സുസ്ഥിരമായ വികസനം, സ്വൈര്യമായ യാത്ര, സമാധാനപരമായ ജീവിതം, ഇതിനെയെല്ലാം തകർക്കുന്ന രീതിയിലേക്കാണ് തീവ്രവാദം ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മതപരവും പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നാട്ടിലെ നിരപരാധികളായ സിവിലിയൻസിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മാരകമായ ആക്രമണങ്ങൾ, അത് സൃഷ്ടിക്കുന്ന ഭീകരമായ അന്തരീക്ഷം, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തിന്മേൽ നടത്തുന്ന സമ്മർദ്ദം, ഇതിനെയൊക്കെയാണ് ഭീകരവാദം എന്ന് പറയുന്നത്. നിരപരാധികളായ ജനങ്ങളെ, സിവിലിയൻസിനെ കൊന്നൊടുക്കുക, മാരകമായ ആക്രമണങ്ങൾ നടത്തുക, ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടങ്ങളെ നിലയ്ക്ക് നിർത്തുക, അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുക, അതുമൂലം തങ്ങളുടെ രഹസ്യമായ അജണ്ട, മതപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായ അജണ്ടകളെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഈ തീവ്രവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോസഫ് മാഷിന്റെ കൈവിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, അഭിമന്യുവിനെ കൊലപ്പെടുത്തി ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ എല്ലാ തീവ്രവാദി ആശയങ്ങൾ ക്യാമ്പസുകളിലേക്ക് വന്നു. സിമി എന്തുകൊണ്ടാണ് നിരോധിച്ചത്? സിമിയുടെ പ്രവർത്തകനായിരുന്നല്ലോ ബാംഗ്ലൂർക്ക് സ്ഫോടനത്തിൽ വന്ന വ്യക്തി എന്ന് പറയുന്നത്. നാടുവിടെ ചുവരെഴുത്തായിരുന്നല്ലോ. ഇസ്ലാമിലൂടെയാണ് ഇന്ത്യക്ക് മോചനം എന്ന് പറയുന്നത്. കലാപത്ത് സൃഷ്ടിക്കാൻ വേണ്ടി, ഇന്ത്യൻ ദേശീയതയെ തകർക്കാൻ, ഇന്ത്യൻ അഖണ്ഡതയെ തകർക്കാൻ വേണ്ടി മുദ്രാക്കി പ്രവർത്തിച്ചുകൊണ്ടുവന്ന സിമിയെ എന്തുകൊണ്ടാണ് നിരോധിച്ചത് മനസ്സിലാക്കണം. ഇതൊക്കെ പച്ചയ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കണ്ണടച്ച് കളയുമെങ്കിൽ നാളെ ഈ നാടിനെല്ലാം വില കൊടുക്കേണ്ടി വരും. ഭരണാധികാരികൾ ഇതിനെതിരെല്ലാം കണ്ണടച്ച് നാളെ ഇതിനെല്ലാം വില കൊടുക്കേണ്ടതായിട്ട് വരും. 10 വോട്ടിന് വേണ്ടി, 4 വോട്ടിന് വേണ്ടി ഇതിനൊക്കെ കണ്ണടച്ച് കാണിച്ച് നാളെ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിനൊരു വലിയ ജാഗ്രത സമൂഹം ഉണ്ടാകേണ്ടതിന് വേണ്ടി കേരളത്തിലെ പ്രബുദ്ധരായ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന, നാളെ നിങ്ങളുടെ മക്കളുടെ മര്യാദയ്ക്ക് അവർക്ക് സൗഹാർദ്ദപരമായി ജീവിക്കാൻ പറ്റണമെങ്കിൽ, നാളെ തലമുറയുടെ ഭാവി ശുഭകരമായിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ പോരാട്ടങ്ങളോട്, ഈ സമ്മേളനം ഉയർത്തുന്ന സാംസ്കാരിക മുദ്രാവാക്യങ്ങളോട് പിന്തുണ കൊടുക്കാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഗോള വ്യാപകമായി മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണിയായി നിൽക്കുന്ന തീവ്രവാദത്തിനെതിരെ സർഗാത്മകമായ ജനാധിപത്യപരമായി പോരാടാൻ പ്രവർത്തന ജനത ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഈ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥന കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ട് പറയട്ടെ, ഞങ്ങൾ ആരെയും പോര് വിളിക്കുകയല്ല, ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കുകയല്ല, മറിച്ച് ക്രൈസ്തവ സഭ അന്ന് മുതൽ ഇന്ന് വരെയും, ആരംഭം മുതൽ ഇന്ന് വരെയും ദേശത്തിന്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ഇവിടെയുള്ള എല്ലാ ജനതയും, എല്ലാ മതക്കാരും തുല്യമായി അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുവാൻ, അത് ഞങ്ങളുടെ ഒരു മിഷനായി, ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നവരാക്കിയാൽ ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ഇവിടെ നടക്കുന്ന നർക്കോട്ടിക് ജിഹാദ് അതുണ്ട് എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കണം. PLR നാഷണൽ കോർഡിനേറ്റർ ശ്രീ റെജി അറയ്ക്കൽ, കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ, DCF നേതാവ് ശ്രീ സാബു ജോസഫ് ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ സംഘടനകളുടെ പ്രതിനിധികൾ ശക്തമായ ഭാഷയിൽ തീവ്രവാദത്തിനെതിരെയും ലഹരി വ്യാപനത്തിനെതിരെയും ആഞ്ഞടിച്ചു. എന്നിട്ടാണ് അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് അധികാരികൾ ചോദിക്കുന്നത്, എവിടെ തെളിവുണ്ട്? തെളിവ് നമുക്ക് ധാരാളം കാണിച്ചു കൊടുക്കാം. ആരാ വരട്ടെ, ആർക്ക് വേണമെങ്കിലും നമുക്ക് തെളിവ് കാണിച്ചു കൊടുക്കാം. പക്ഷേ കെവിൻ പീറ്റർ പറഞ്ഞാണ്, ഈ തെളിവുകളെ കണ്ടെത്തേണ്ടത് ആരാ? ഇതിവിടുത്തെ സംവിധാനങ്ങളെ തെളിവുകൾ കണ്ടെത്തേണ്ടത്, അവര് കണ്ടെത്തുന്ന തെളിവുകൾ. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളായത് എന്തുമാത്രം, എത്ര തെളിവുകൾ നമ്മൾ കൊടുക്കണം? കണ്ണൂരിൽ നിന്ന് നമ്മുടെ ഒരു പെൺകുട്ടി 18 വയസ്സ് 19 വയസ്സ് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് പോയി, കോളേജിലേക്ക് പോയിട്ട് വൈകുന്നേരം കാണാതായി. അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ലവ് ജിഹാദിനിരയിൽപ്പെട്ട് തട്ടിക്കൊണ്ട് പോകപ്പെട്ടു. 4 മാസമായി തൊട്ട് മുമ്പിൽ തൊട്ടടുത്ത വീട്ടിൽ പെൺകുട്ടി കിടക്കുക. പക്ഷെ ആ അപ്പനോ അമ്മയ്ക്കോ ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയിൽ കിടക്കുന്നു.
എറണാകുളത്ത് അപ്പൻ അമ്മ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്ന രംഗങ്ങൾ നമ്മൾ കാണുക. എന്തിനു വേണ്ടിയിട്ടാ? മോളെ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അപ്പന്റെ അമ്മയുടെ ലോകത്ത് ചവിട്ടി തെറിപ്പിച്ച് പെൺകുട്ടിക്ക് കടന്നു പോകാൻ തക്ക വിധം അത്ര ശക്തമാണ് ഈ പറയുന്ന പീഡന ജിഹാദ്. എന്നിട്ടാണ് ഇവര് പറയുന്നത് തെളിവുകളുടേത്. ഇഷ്ടംപോലെ തെളിവുകൾ നമുക്ക് കൊടുക്കാം, പക്ഷെ നടപടിയെടുക്കണം. നടപടിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നടപടി എടുത്തേ മതിയാവും. മറ്റൊരു കാര്യം ബാലാപിതാവ് കുറച്ച് പറഞ്ഞതാണ്, നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് അല്ലെങ്കിൽ നാർക്കോട്ടിക് ടെററിസത്തെ കുറിച്ച്. ജിഹാദിനെ കുറിച്ച് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ള, ടെററിസത്തിനെ കുറിച്ച് നമുക്ക് പറയാമല്ലോ. നാർക്കോട്ടിക് ടെററിസത്തെ കുറിച്ച് ബാലാപിതാവ് പറഞ്ഞു. എന്നാൽ അതിൽ തെറ്റ്. കഴിഞ്ഞ ദിവസം ആ പറഞ്ഞ ദിവസം തന്നെയല്ലേ പെരിന്തൽമണ്ണയിലെ മലപ്പുറത്ത് 13-14 വയസ്സുള്ള പെങ്കൊച്ചിനെ ദിവസങ്ങളോളം 3 കാബാലികർ പീഡിപ്പിച്ച് കൊല്ലാറാക്കി ഇഞ്ചിഞ്ചാക്കി കൊന്നത്. ആ അപ്പനും അമ്മയും എവിടെ, ആ അപ്പനും മകളും എവിടെയാണെന്ന് പോലും അറിയാത്ത വിധം ഒരു കുടുംബത്തെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. എന്നിട്ട് ചോദിക്കുന്നു നാർക്കോട്ടിക് ടെററിസത്തിന് തെളിവ് എവിടെയെന്ന്. സൗകര്യമില്ല നമുക്ക് നാർക്കോട്ടിക് ടെററിസത്തിന് തെളിവ് കൊടുക്കാനായിട്ട്. ഇനിയും വേണോ? എന്തെല്ലാം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയേറെ പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോയി. ഒരു ജില്ലയിൽ നിന്ന് മാത്രം 60 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന് ഇരയായിട്ട് പോയത്. ഇനിയും നമ്മൾ തെളിവുകൾ കൊടുക്കണോ? എന്തുമാത്രം തീവ്രവാദത്തിന്റെ സെല്ലുകൾ ഇവിടെ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് നമ്മളല്ല, ക്രൈസ്തവ സമുദായമല്ല ഇവിടെ തീവ്രവാദം വളരുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ തീവ്രവാദം വളരുന്നു എന്ന് പറഞ്ഞത് ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്നെയാ. ഇവിടുത്തെ മുൻ DGP സെൻകുമാർ സാറാണ് തീവ്രവാദം ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടുത്തെ മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് തീവ്രവാദം ഉണ്ടെന്ന് പറഞ്ഞത്. അതല്ല, നമ്മളല്ല തീവ്രവാദം ഉണ്ടെന്ന് പറഞ്ഞത്. തീവ്രവാദത്തിന്റെ സെല്ലുകൾ ഓരോ മുക്കിലും മൂലയിലുമുണ്ട് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ജനസമൂഹം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ ചോദിക്കുകയാണ്, ഇവര് ചോദിക്കുകയാണ് ഇനിയും തെളിവുകൾ വേണമെന്ന്. ഇനിയും തെളിവുകളൊന്നും കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. ലവ് ജിഹാദ് അല്ല, പീഡന ജിഹാദിനെ കുറിച്ച് അന്വേഷിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, ഗവൺമെന്റിന്റെ കണക്കിൽ മിസ്സിംഗ്, ഒരു ഇടവകയിൽ നിന്ന് മാത്രം 9 പെൺകുട്ടികൾ ഒരു മാസം കടന്നുപോയി. ഗവൺമെന്റ് രേഖയിൽ മിസ്സിംഗ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ മിസ്സിംഗ് എന്ന് കാണുന്ന പെൺകുട്ടികളെ കുറിച്ച് അന്വേഷിക്കണം. ജസ്ന കടന്നുപോയി, ജസ്ന നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. ജസ്ന നമ്മുടെ മുക്കിലുണ്ട്, മൂലയിലുണ്ട്, അയലൊക്കത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർമാർ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളെ. ജസ്ന എവിടെ നിന്ന് കണ്ടെത്താൻ? എന്തുകൊണ്ട് ജസ്ന എവിടെ നിന്ന് കണ്ടെത്താൻ? ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കാൽക്കീഴിലുണ്ടെങ്കിൽ ജസ്ന എവിടെ നിന്ന് കണ്ടെത്താനായിട്ട് എന്തുകൊണ്ട് നമ്മുടെ പോലീസിന് സാധിക്കുന്നില്ല? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചത്. ജസ്ന എവിടെ നിന്ന് കണ്ടെത്താൻ കേരള പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ എവിടെ നിന്ന് കണ്ടെത്താൻ NIAക്ക് സാധിക്കുമെങ്കിൽ NIAക്ക് ഉത്തരവാദിത്വം കൊടുക്കണം. NIA അന്വേഷിക്കണം ജസ്ന എവിടെയിട്ടെന്ന്. NIA അന്വേഷിച്ച് കണ്ടെത്തട്ടെ നമ്മുടെ സഹോദരി എവിടെ നിന്ന്. അപ്പോൾ അതുപോലെ 100 കണക്കിന് മിസ്സിംഗ് ആയ സഹോദരിമാരെ കുറിച്ചും ഇവിടെ അന്വേഷണം വരും. അവരെ നമുക്ക് കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തെളിവുകളെ കുറിച്ച് നമ്മൾ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നമ്മൾ സംഘടനകൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കണം. ഇനി ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഒന്നിച്ച് ചങ്കൂറ്റത്തോടുകൂടി മുന്നോട്ട് വന്നേ മതിയാവൂ. അതിന്റെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് പോകാനായിട്ട്. ആ ഒരു ഐക്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഒരു രാജ്യത്ത് ഒരു നല്ല ഭരണം ഉണ്ടാകണമെങ്കിൽ അവരെ ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാവണം. ആ ഡ്യൂട്ടി ചെയ്യണം. അതിനു പകരം ഇവിടുത്തെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് സമസ്തയുടെ നേതാവിനെ പോലെ, PDPയുടെ നേതാവിനെ പോലെ, SDPയുടെ നേതാവിനെ പോലെ അരമനകളും പാർട്ടി ഓഫീസുകളും പാണക്കാട് തങ്ങളുടെ മന്ദിരങ്ങളും ഒക്കെ കയറി ഇറങ്ങി നടക്കാണ്. എന്റെ പ്രിയ സതീശ, നിങ്ങൾ ആദ്യം പ്രതിപക്ഷ നേതാവിന്റെ ജോലി ചെയ്യൂ. ഭരണകൂടം എടുക്കട്ടെ, അവരെ നിങ്ങൾ തിരുത്തൂ, അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കൂ. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട് സാർ, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പാലാപിതാവ് തന്റെ ജനങ്ങളോട് പറഞ്ഞ അതേ ദിവസം മലപ്പുറത്ത് നടന്നു. ഒരു 13 വയസ്സ് തികഞ്ഞ പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 1.5 വർഷക്കാലത്തോളം പതിയെ മയക്കുമരുന്ന് കൊടുത്തു മയക്കി. അവൾക്ക് മയക്കുമരുന്ന് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെത്തി. അവളെ മയക്കുമരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി കാറിൽ കയറ്റി മറ്റൊരു സ്ഥലത്തെടുത്ത് പീഡിപ്പിച്ചു. അന്ന് ഇതിവിടെ നടന്നിരുന്നു. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ മൂടിവെച്ചതാണ് അല്ലേ? നിങ്ങൾക്കിപ്പോ വലുത് പുരാവസ്തു തട്ടിപ്പുകാരന്റെ കാര്യമാണ്. നിങ്ങൾ എന്താ അവനെ തട്ടിപ്പുകാരെന്ന് വിളിക്കാത്തെ? സോളാർ തട്ടിപ്പെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, സ്വർണ്ണക്കടത്ത് തട്ടിപ്പെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അവനെ എന്താ പുരാവസ്തു തട്ടിപ്പുകാരൻ നിങ്ങൾ വിളിക്കാത്തെ? നിങ്ങൾ വിളിക്കണം. അവന്റെ പേരിൽ കേസെടുക്കണം, അവനായിട്ട് തകർത്തിടണം.
അവന്റെ കൂടെ ഏതെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അവനെയും നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. ഒരു ക്രിസ്ത്യാനിയും അവനെ വൈറ്റ് വാഷ് അടിക്കാൻ, അവനെ ന്യായീകരിക്കാൻ അവന്റെ തന്തയും തള്ളയും പോലും തയ്യാറാവില്ല, അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ. അപ്പൊ നിങ്ങൾ അതൊന്നും പറഞ്ഞ് ഞങ്ങളെ പ്രതിരോധത്തിലാക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അതിവിടെ ഇനി നടക്കാൻ പോകുന്നില്ല. കാരണം പാലാ പിതാവ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നു, ലവിനോട് ചേർത്ത് ജിഹാദ് പറയുന്നു. അന്നൊന്നും നിങ്ങൾക്ക് ഈ ജിഹാദ് എന്ന പദത്തിൽ ഇത്ര വേദന തോന്നിയില്ല. അതെന്താ കാര്യം? അപ്പൊ നർക്കോട്ടിക്കിനോട് ചേർത്ത് ജിഹാദ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേദനിച്ചതെന്താ? അപ്പൊ അതിന്റെ പിന്നിൽ കോടികൾ ഒഴുകുന്നുണ്ട്. ഇവിടെ എവിടുന്നാണ്? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, കോളനി എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാത്ത ഏതെങ്കിലും ഒരു 3-ാം കിട കോളനിയിലെ 2 യുവാക്കളെ 25 ലക്ഷത്തിന്റെ MDMA-യുമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഇവൻ എവിടുന്നാണ് 25 ലക്ഷം? ഇതെന്താ ഗോദറേജിന്റെ പ്രോഡക്റ്റ് ആണോ? കുറേശ്ശെ വിറ്റിട്ട് തിരിച്ച് കാശ് കൊടുത്താൽ മതി എന്ന് പറയാനായിട്ട്? അല്ലല്ലോ. ഇവനെ എവിടുന്ന് കിട്ടി 25 ലക്ഷം? ഈ 25 ലക്ഷത്തിൽ വിറ്റിവന്റെ ലാഭം എടുത്തു വേണ്ടി ഈ മുതൽ ഇവൻ ആർക്കാണ് കൊടുക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കൂ. അല്ലാതെ പാലാപ്പിതാവിന്റെ നെഞ്ചത്തൊട്ട് കയറല്ല വേണ്ടത്. പാലാപ്പിതാവ് അല്ല ആദ്യം പറഞ്ഞത് അൽ ജസീറയാണ് പറഞ്ഞത്. മുഹമ്മദ് എന്ന് പറയുന്ന അമേരിക്കയിൽ അറസ്റ്റിലായവന്റെ കാര്യത്തിൽ അൽ ജസീറയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് അൽ അറേബ്യ പത്രമാണ് പറഞ്ഞത്. പിന്നീട് ഇന്ത്യയിൽ ആദ്യം കേട്ടത് അത് പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബിൽ എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് ഇത്രയധികം ഇതായെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെയാണ് ധീരന്മാരായ രാജ്യത്തോട് സ്നേഹമുള്ള പട്ടാളക്കാരും കേണൽമാരും മേജർമാരും ഉയർന്നു വരുന്നത്. പഞ്ചാബിനെ തകർത്തു കഴിഞ്ഞാൽ നന്ന സൈനികരെ ഇന്ത്യക്ക് ഇല്ലാതാക്കാം. അതാണ് പഞ്ചാബിനെ ലക്ഷ്യം വെച്ചത്. രാഹുൽ ഗാന്ധി, ഇവിടുത്തെ ഭാവി പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധി പഞ്ചാബിൽ പോയി നിന്ന് പറഞ്ഞില്ലേ 10ൽ 9 പേരും മയക്കുമരുന്നിന് അടിമകളാണെന്ന്? ആരെങ്കിലും അദ്ദേഹത്തിനെ ഏറ്റെടുത്തോ? ആരെങ്കിലും അദ്ദേഹത്തിന് കൂട്ടുനിന്നോ? എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ ആ യാഥാർത്ഥ്യം പറഞ്ഞത് ആരാണ്? പാലാപ്പിതാവല്ലോ. അപ്പോൾ പാലാപ്പിതാവ് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയധികം വിഷമം ഉണ്ടായി എങ്കിൽ അതിന്റെ പിന്നിലെ മയക്കുമരുന്നിന്റെ വ്യവസായത്തിന്റെ ലാഭം എങ്ങോട്ടാണ് പോകുന്നത്? അത് തീവ്രവാദത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് മത തീവ്രവാദത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിവിടെ അന്വേഷിക്കപ്പെടണം. അല്ലാതെ പാലാപ്പിതാവിന്റെ നെഞ്ചത്ത് കയറാൻ നിങ്ങൾ ന്യൂമാൻ കോളേജിലേക്ക് മാർച്ച് നടത്തിയ പഴയ കാലമല്ലിത്. ജോസഫ് സാറിന്റെ കൈ വെട്ടിയെടുത്ത പഴയ കാലമല്ലത്. ഓർത്തുകൊള്ളുക. ശക്തിയും ബുദ്ധിയും ഇച്ഛാശക്തിയുമുള്ള ഒരു ജനതയോട് നിങ്ങൾ കളിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഉയർന്നു വന്നത് ബോംബിന്റെയോ ബെൽറ്റ് ബോംബിന്റെയോ തോക്കിന്റെയോ വാളിന്റെയോ ബലത്തിലല്ല, വിദ്യാഭ്യാസത്തിന്റെയും ബുദ്ധിയുടെയും ശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും ആത്മധൈര്യത്തിന്റെയും ക്രിസ്തു വന്ന ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ സത്യേക ദൈവത്തിന്റെ ആത്മധൈര്യത്തോടെയാണ് ഞങ്ങൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് ഞങ്ങളോട് കളിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട. ഞങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കൂ. ഞങ്ങൾ ആരെയും കൈവെട്ടാൻ പോകില്ല. ഒരു പൊതുമുതൽ നശിപ്പില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളെ ഞങ്ങൾ ധിക്കരിക്കില്ല. ഞങ്ങൾ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കൂ എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ മെക്കിട്ട് കയറാമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട. ലവ് ജിഹാദ് എന്ന് പറയുന്നത്, ലവ് ജിഹാദിനെ കുറിച്ച് ഇപ്പോൾ ഇല്ല എന്ന് പരിധി തീർക്കാൻ ശ്രമിക്കുന്നു. ലവ് ജിഹാദ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10-15 വർഷമായി പ്രബല ന്യൂനപക്ഷ സമുദായമായ ക്രിസ്ത്യൻ സമുദായവും പ്രബല ഹിന്ദു സമുദായവും ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമുദായവും തങ്ങളുടെ മക്കളെ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി മതം മാറ്റി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം ഡേറ്റയുടെ പിതാവേ എന്ന് ചോദിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ കണ്ടെത്തണം. അതിനാണ് ഞങ്ങൾ നികുതി നിങ്ങൾക്ക് തരുന്നത്. ഒരു പ്രബല 2 സമുദായങ്ങൾ പറയുന്നു, കഴിഞ്ഞ 15 വർഷമായിട്ട് പറയുന്നു. അപ്പോൾ നിങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് എന്തുമാത്രം പെൺകുട്ടികൾ ഇവിടുന്ന് പോയി, എന്തുമാത്രം പെൺകുട്ടികൾ തിരിച്ചു വന്നു, എത്ര പെൺകുട്ടികളെ കാണാതെ പോയിട്ടുണ്ട്, ആ ഡേറ്റ നിങ്ങൾ കണ്ടെത്തണം. അതിനാണ് ഞങ്ങൾ നികുതി നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ ചാനൽ ഫ്ലോറുകളിൽ 1000-1 ബിന്ദു സമ്പത്തും 1000-1 അശോകനും വരുമായിരിക്കും. പക്ഷേ മക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ എല്ലാം തകർന്നു കഴിയുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മാധ്യമ വിചാരണയ്ക്കിരുത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഞങ്ങൾക്ക് ഗവൺമെന്റിലാണ് വിശ്വാസം. അവർ അത് കണ്ടെത്തണം. പിന്നെ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, PC ജോർജ് സാർ പറഞ്ഞു, നിങ്ങൾ കളിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിലാണ്. 10:01 10 മണിക്ക് ഡൽഹിയിൽ നടക്കുന്ന കാര്യം 10:01 10 മിനിറ്റ് കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിയുമ്പോൾ മൊബൈലിൽ കാണുന്ന തലയ്ക്ക് മുകളിൽ ക്യാമറയുള്ള കാലമാണ്. നിങ്ങൾ കാണിക്കുന്ന ഓരോ കള്ളത്തരവും ഇവിടെ സോഷ്യൽ മീഡിയയിൽ പൊളിക്കപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈന്തപ്പഴത്തിനും വിമാന ടിക്കറ്റിനും നാടൻ ചെറുതേന്റെ കെണിയിലും പെട്ട് നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകും? നിങ്ങൾക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. PC ജോർജ് സാർ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. നമ്മൾ ക്രൈസ്തവ സഹോദരങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട കാലാകാലങ്ങളിൽ നമ്മൾ ജയിപ്പിച്ചു വിട്ടുകൊണ്ടിരുന്ന സർക്കാരുകളാണ്
നമ്മളെ ഇന്നിവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. നമ്മളിവിടെ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ന് വരെ നമ്മുടെ സമുദായത്തിന് എന്തു ചെയ്തു? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ സമുദായത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച്? നമുക്കൊരു ആവശ്യം വരുമ്പോൾ, പൊതുവായ ഒരു ആവശ്യം വരുമ്പോൾ പാത്തും പതുങ്ങിയും തലയിൽ തോർത്തിട്ടും രാത്രിയിലും നമ്മുടെ സഭാ പിതാക്കന്മാരോട് അനുവാദം ചോദിച്ചിട്ട് വന്ന് കയറുന്നവരെ ഇനി നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ ഈ നിൽക്കുന്ന കൂട്ടത്തിൽ നിന്നുള്ളവാകുന്ന നല്ല ക്രൈസ്തവരായ ചോണക്കുട്ടികളായ യുവജനങ്ങളാണ് ഇനി കയറി വരേണ്ടത്. ക്രിസ്ത്യാനി പറയും രാഷ്ട്രീയത്തിലേക്ക് പോകണ്ടെന്ന്, പക്ഷെ അതാണ് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. അടുത്തതായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലിരിക്കുന്ന സകല രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയാനുള്ള ഒരു കാര്യം, 2000 വർഷങ്ങളായി നമ്മൾ ക്രൈസ്തവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല പല സാമ്രാജ്യങ്ങളുടെ ഉദയവും അധപ്പതനങ്ങളും. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല സാമ്രാജ്യങ്ങൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിലും അപകടത്തിലും പെട്ട് മരിച്ചു പോകുന്ന അല്ലെ അംഗഭംഗം വന്നവരെ സഹായിക്കാൻ ക്രൈസ്തവ മിഷണറിമാരാണ്, ക്രൈസ്തവ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഇവിടുത്തെ അനാഥാലയങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ നടത്തുന്ന ആരാ? ക്രൈസ്തവരാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിരിക്കുന്നത്, നമ്മുടെ നാഥനായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നിന്റെ അടുത്ത് നിൽക്കുന്നവനും ഈ ലോകത്തിലുള്ളവരും മുഴുവൻ നിന്റെ സഹോദരങ്ങളാണെന്നാ പഠിപ്പിച്ചേക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ എത്ര പെൺകുട്ടികളെ ചതിച്ചു കഴിഞ്ഞാല്, എത്ര എണ്ണത്തിനെ മതം മാറ്റി കഴിഞ്ഞാല്, നീ അങ്ങ് സ്വർഗത്തിലേക്ക് വരുമ്പോൾ നിനക്ക് അവിടെ ഇഷ്ടംപോലെ ഹൂറികളെ കെട്ടിക്കുന്ന പഠിപ്പിക്കുന്ന മതമല്ല നമ്മുടെ മതം. അങ്ങനെ ഒരു മതമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. നമുക്കിവിടെ പറയാനുള്ള ഏക കാര്യം, ഇവിടെ ഭരിക്കുന്ന ജനങ്ങൾ, ഭരണ നേതാക്കന്മാരോട് പറയാനുള്ള കാര്യം, ഞങ്ങൾ ഇടതും വലതും മുമ്പോട്ട് മൂന്നാം മുന്നണിക്ക് ഒന്നും ഞങ്ങൾ കുത്തത്തില്ല. ഞങ്ങൾ ഇനി വോട്ട് ചെയ്യുന്നത് ഞങ്ങളെ സംരക്ഷിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന, ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന, ഞങ്ങളുടെ യുവജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ നമ്മൾ ഇനി വോട്ട് ചെയ്യുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്റെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ, മോളെ അല്ലെ മോനെ, അതുവഴി പോകുമ്പോൾ സൂക്ഷിക്കണം, ആ പോകുന്ന വഴിക്കൊരു പട്ടിയുണ്ട്, ആ പട്ടീനെ വീട്ടുടമസ്ഥൻ അഴിച്ചു വിട്ടേക്കുവാണ്, അത് കടിക്കും. ഇത് മാത്രമേ ബാലാപിതാവ് ചെയ്തുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കുവാൻ നമ്മൾ ആരെയും അനുവദിക്കില്ല. അത് തന്നെയാണ് നമ്മുടെ സംഘടനകളുടെ എല്ലാം ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രൈസ്തവ സംയുക്ത സമിതി കണ്ടോ, ദൈവം കൂട്ടിച്ചേർത്ത ഇത് കാലങ്ങളായിട്ട് ഒരു 10-20 വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ എല്ലാം വേദനകളാണ് ഇതിന്റെ മുന്നിലുള്ള. ഇതിന്റെ പിന്നിൽ നമ്മുടെ എല്ലാം വേദനകളുണ്ട്. അനേകം കുടുംബങ്ങളെ അറിയാം. ആർക്കാ ഇവിടെ തെളിവ് വേണ്ടേ? ഇവിടുത്തെ പോലീസിനാണോ? പോലീസ് എന്തിനാ ഇവിടെ? നമ്മൾ നികുതി കൊടുക്കുന്ന പോലീസുകാരെ അന്വേഷിക്കേണ്ട ഇത് ഇവിടുത്തെ പീഡനങ്ങളെ കുറിച്ച് അത് അന്വേഷിക്കാതെ നമ്മളോട് തെളിവ് ചോദിക്കുക. നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കളുടെ പീഡനത്തിനെതിരായ ലിസ്റ്റുകൾ മുഴുവനുണ്ട്. PC ജോർജ് സാറ് പറഞ്ഞ പോലെ ഉണ്ട്, നമ്മുടെ എല്ലാം കയ്യിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ മുന്നണിയുടെ നേതാക്കന്മാരുടെ മുഴുവൻ കൈകളിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിൽ ഒരു 10 പേരുടെയെങ്കിലും അനുഭവം കാണും. എന്തുകൊണ്ടാണ് നമ്മളിത് പറയാത്തതെന്നറിയാമോ? അവരുടെ മാനം ഓർത്തിട്ട്, വേറൊന്നുമല്ല. അവരുടെ മാനത്തെ പ്രതി അവരൊരു വ്യക്തികളാണ്, അവരെ നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം, ഒരു സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ഇനി മുതൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുക. നമ്മൾ പ്രതിജ്ഞ എടുക്കണം. എങ്ങനെയാ? നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ തിരിച്ച് സഹായിക്കുള്ളൂ. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇത്രയും ഇന്ന് വന്നേക്കുന്ന ഇത്രയും യുവജനങ്ങളിൽ നിന്ന്, ഇത്രയും ജനങ്ങളിൽ നിന്ന് നല്ല നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന, നമ്മുടെ വിഷമങ്ങൾ അറിയുന്ന, അനേക ആയിരങ്ങളുടെ വിഷമങ്ങൾ അറിയുന്ന നല്ല നല്ല നേതാക്കന്മാർ, ജനങ്ങളുടെ വിഷമങ്ങൾ അറിയുന്ന നല്ല നേതാക്കന്മാർ ഇവിടെ ഉണ്ടായി വരണം. രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ യുവജനങ്ങൾ ഇറങ്ങണം. കാസായുണ്ട്, DCF ഉണ്ട്, നമ്മുടെ ഇവിടെയുള്ള ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. അതിൽ നല്ല ചുണക്കുട്ടികളായ ചെറുപ്പക്കാർ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി വരണം.
എങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്കൊരു സമത്വവും സമാധാനവുമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, ഒരു ഓട്ട മത്സരത്തിന് അതിൻ്റെ സ്റ്റാർട്ട് വിജയിക്കണം, വിജയത്തിലേക്ക് എടുക്കാനായിട്ട്. ക്രൈസ്തവ സംയുക്ത സമിതിയുടെ ഈ സ്റ്റാർട്ട് പ്രതീക്ഷിച്ചതിലും ഒക്കെ വലിയ വിജയമായിരിക്കുന്നു. ഇതിൻ്റെ സംഘാടകരെയും ദൂരത്തു നിന്നും വളരെ കഷ്ടതകൾ അനുഭവിച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഒരു ചെറിയ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്റ്റാർട്ട് വളരെ നന്നായി. ഇനിയും നമുക്ക് ധാരാളം മുന്നോട്ട് പോകാനുണ്ട്. നമ്മളുടെ ഇടയിൽ തന്നെ നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഉള്ള ആൾക്കാരും സംഘടനയും ഒക്കെ എല്ലായിടത്തും കാണും. അപ്പോൾ ചില കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ വ്യത്യാസം ഉണ്ടാക്കാൻ നോക്കുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്യണം, അവഗണിക്കണം. ഇപ്പോൾ പി സി ജോർജ് സാറിനെ കുറിച്ച് ആരോ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് ക്രൈസ്തവരെ എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതിന്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. അത് അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കും. അത് അവഗണിക്കുക, ശക്തമായിട്ട് മുന്നോട്ട് പോവുക. സ്റ്റാർട്ട് നന്നായിരിക്കുന്നു, വിജയം സുരക്ഷിതം. താങ്ക് യു. പറയൂ സർക്കാരേ, കൊല്ലം നാളായി ഇരുട്ടിൽ പോലും പോലീസ് സേന മറുപടി പറയൂ. കൊല്ലം നാളായി ഇരുട്ടിൽ തപ്പും പോലീസ് സേന മറുപടി പറയൂ. ചോരിലും സോണിയെയും എങ്ങനെ എത്തി IS-ൽ? മറുപടി നിങ്ങൾ പറയണം. കേരള സർക്കാർ പറയണം. മറുപടി നിങ്ങൾ പറയണം. കേരള സർക്കാർ പറയണം. നാർക്കോട്ടിക് അപകടമെന്ന് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ മെത്രാനെതിരെ പറയാളോകിയ നേതാക്കളെ കണ്ണു തുറക്കൂ. മെത്രാനെതിരെ പറയാളോകിയ നേതാക്കളെ കണ്ണു തുറക്കൂ. നാർക്കോട്ടിക്ക ഇല്ല എന്ന് നിങ്ങൾ കാറി കൂകുമ്പോൾ ഓരോ ദിവസവും കേരള മണ്ണിൽ പെരുകും ലഹരി കേസുകളും നമ്മുടെ മക്കളുടെ മാനം ജീവനും കവരും ലഹരി മാഫിയെ കണ്ടില്ലെന്ന് നടിക്കരുത്, അന്വേഷിക്കാൻ മടിക്കരുത്. തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ പ്രതിനിധികൾ ഏകമനസ്സോടെ സെക്രട്ടേറിയറ്റ് നടയിൽ അണിനിരുന്നത്. ക്രൈസ്തവ സമുദായം ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല എന്ന വ്യക്തമായ സൂചനയാണ് വിവിധ ക്രൈസ്തവ സംഘടനകൾ നൽകിയത്. ഇതൊരു തുടക്കം മാത്രമാണ്. തീവ്രവാദത്തിനെതിരെ ക്രൈസ്തവ അവഹേളനത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ തുടക്കം. നന്ദി.